ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മുളക് ബജ്ജിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് മുളക് ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബജ്ജി ഉണ്ടാക്കുന്ന മുളക് എടുത്തിട്ടുണ്ട്. അത് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തെ സീഡ്സൊക്കെ റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് കുറച്ച് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി എരിവ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത്. ഈ ഒരു വെള്ളം ഒരു ലൈറ്റ് ഹോട്ടായിട്ടുള്ള വെള്ളമാണ്. ഇതിനകത്തോട്ട് കുറച്ച് സോൾട്ടും ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുതിർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ എരിവ് പോയി കിട്ടും. അതിനുശേഷം കഴുകി വെള്ളമൊക്കെ തുടച്ച് വെക്കുക. നമുക്കിനി ബജ്ജി ഉണ്ടാക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. ആദ്യം തന്നെ അരക്കപ്പ് കടലപ്പൊടി എടുക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ദെൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും മതിയാകും. ദെൻ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുക. ദെൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ദെൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ബാറ്റർ കുഴച്ചെടുക്കുക. നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. ഇനി ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ബജ്ജി മുളക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് എടുത്തു മാറ്റാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്